അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് പിന്നെ 2019-ലോ 20-ലോ നടന്ന സംഭവമാണ്. എനിക്കതേക്കുറിച്ച് നല്ല ഓർമ്മ വരുന്നില്ല. ഞാൻ എന്ന് വിചാരിച്ച് ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാളെ കൊടുക്കും, അവന് സ്ഥിരബോധം ഇല്ലാത്തവരാണ് എന്ന് മരമുറി ചാനലിൽ കൊടുക്കുമെന്ന് എനിക്കറിയാം. മരമുറി ചാനൽ അത് തന്നെ കൊടുക്കുമെന്ന് എനിക്ക് നന്നായി അറിഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. മരമുറി ചാനൽ സ്ഥിരബോധം ഇല്ലാത്ത ഒരാൾ വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ നിങ്ങൾ കൊടുക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അല്ല, ഞാൻ അതിന്റെ ക്ലാരിറ്റി ആണല്ലോ ഞാൻ പറഞ്ഞത്. അതിന്റെ ക്ലാരിറ്റി പറഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് എന്നോട് ചോദിച്ചു എന്താണ് പിന്നെ ശോഭിതനായി സംസാരിക്കും. ഞാൻ ശോഭിതനായി സംസാരിച്ചിട്ടില്ല. ഞാൻ സൗഹാർദ്ദത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരെയും കണ്ടത്. നിങ്ങൾ എന്നെ രാവിലെ മുതൽ വിളിച്ചല്ലോ, ഞാൻ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഒരിക്കൽ മാത്രം എടുത്തു. ഒരിക്കൽ എടുത്തിട്ട് ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞു എന്താ, ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുകയാണ്, അതൊന്ന് കണ്ടോട്ടെ എന്നാണല്ലോ മറുപടി. താങ്കളായിരിക്കും ആരാ വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഈ വാർത്തകൾ കാണുന്നതെന്നാണ്. ഇപ്പൊ രാവിലെ മുതൽ വാർത്ത കണ്ട് എന്തൊക്കെയാ പറയണ്ടേന്ന് ആലോചിച്ച് ഓർത്തെടുത്തിട്ട് എന്താണ് തന്ന ക്ഷണക്കത്ത് അത് മാത്രം ഓർത്തെടുക്കുക. അല്ലല്ലോ, ഞാനിപ്പോ ക്ഷണക്കത്ത് ഇപ്പോ എന്നെ നിരവധി ആളുകൾ കല്യാണങ്ങൾക്ക് വിളിക്കാറുണ്ട്. നിരവധി ആളുകൾ മറ്റോരോ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് ഓർത്തിരുന്ന് പറയാൻ പറ്റുന്നില്ല. അതെ, നിത്യ സന്ദർശകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ 1-2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ പോയി. അന്ന് അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതും ശബരിമല കൊള്ളയടിച്ചുകൊണ്ട് പോയ ആളാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അവിടെ പോയത്. അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ പോയില്ല. പിന്നീട് ഒരു തവണ ഞാൻ അവിടെ വീണ്ടും പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടെ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ വേണ്ടി പോകണം എന്ന് അറിയിച്ചനുസരിച്ച് അവിടെ പോയി. അതൊരു ക്ഷേത്രത്തിലാണ് പോയത്. ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന അവസരത്തിൽ അതിന് അവിടെ ദേവസ്വം ബോർഡ് മെമ്പറോ ആരൊക്കെ ഉണ്ടായിരുന്നു. ആരാ ദേവസ്വം ബോർഡ് മെമ്പർ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എനിക്കറിയില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന്റെ അയൽക്കാരൻ പറയുന്നത്, അയൽവാസി പറയുന്നത് താങ്കൾ അവിടുത്തെ നിത്യ സന്ദർശനാണെന്നാണ്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. അയൽക്കാരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ എന്താ നമ്മള് പെയ്ഡ് ചാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പെയ്ഡ് സാക്ഷികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പെയ്ഡ് സാക്ഷി എന്ന് പറയുന്ന ആളിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തുക. ഈ പുളിമാത്തെ വീട്ടിൽ പോയി എന്ന് നോക്കുന്നുണ്ടോ? കാരണം അല്ല, നിത്യസന്ദർശകൻ എന്ന് നിങ്ങളുടെ മരമുറി ചാനലാണ് എന്നെ നിത്യസന്ദർശകനാക്കി മാറ്റിയിട്ടുള്ളത്. അതിപ്പോ എത്ര തവണ പോയി എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോ. നിങ്ങളല്ലേ ഇപ്പൊ കണ്ടെത്തി ഓരോ കാര്യങ്ങളും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. എനിക്ക് പറയാനുള്ള മറ്റ് ചാനൽ ഉള്ള ആളുകളും ആയി ഈ കാര്യങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകളെ കൂടി ഞാൻ അറിയിക്കും. ഏത് അടൂർ പ്രകാശ് പോയിട്ടില്ല. ഞാനിത് ഇയാള് ഇത്തരക്കാരനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. എനിക്കറിയില്ല ആരാണ് ആ ആളുകൾ ആരാണെന്ന് എനിക്കറിയില്ല. അയാളോടൊപ്പം ആരോ 2-3 പേരുണ്ടായിരുന്നു എന്റെ ഓർമ്മയാണ്. എനിക്കറിയില്ല രമേശ് ബാബു ഏതാണെന്ന് എനിക്കറിയില്ല. അല്ല, എനിക്കറിയില്ലെന്ന്. അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങ് ഏത് ചാനലാ? കൈരളി. അതിപ്പോ അന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല.
പോറ്റിയുടെ എനിക്ക് കടകംപള്ളി പറഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കടകംപള്ളി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തുറന്നു. ഇന്നലെ നിയമസഭയിൽ ഇതായിരുന്നു വിഷയം. അപ്പോ ഭരണപക്ഷം UDF-നെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിരോധം തീർത്തത് താങ്കളുടെ പേരും സോണിയാഗാന്ധിയുമായി നടത്തിയ പോറ്റിയുടെ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാവുന്ന സമയത്ത് UDF-ന് ഇപ്പൊ എതിരായിട്ട് നിൽക്കുന്ന ഒരു ഘടകമായിട്ട് താങ്കളായിട്ടുള്ള ഈ ചിത്രങ്ങളും സോണിയാഗാന്ധി. ഞാൻ ഒരു കാര്യം പറയും, കേരളത്തിലെ ചാനൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ, നിങ്ങൾ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കുന്നവരാണ് എങ്കിൽ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കണം. അതിനപ്പുറം ആരെയെങ്കിലും ഒരാളിനെ ടാർഗറ്റ് ഇട്ടുകൊണ്ട് ആ ടാർഗറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആരാണെങ്കിലും അതിന് യോജിക്കാൻ അടൂർ പ്രകാശിനെ കിട്ടത്തില്ല. ഈ രമേശ് റാവുവിനെ താങ്കൾക്കറിയാം? എനിക്കൊരു ഞാൻ താങ്കളോടല്ലേ പറഞ്ഞത്, രമേശ് റാവു എന്ന് പറയുന്ന ആളിനെ എനിക്കറിയില്ല. താങ്കൾ ഇങ്ങനെ അറിയാമോ എന്ന് ചോദിച്ച് പരമ്പര ചാനലിൽ നാളെ വരും രമേശ് റാവു അടൂർ പ്രകാശിന്റെ സുഹൃത്താണ് എന്ന് വരെ വേണ്ടി വന്നാൽ പരമ്പര ചാനലിൽ പറയും. ഇതിപ്പോ കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. ഈ